ഹലോ ഗൈസ്, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഒരാഗ്രഹം കൂടെ സാധിക്കാനായിട്ട് ദൂരെ ഒരു സ്ഥലത്തോട്ട് പോകുകയാണെന്ന്. ആ സ്ഥലമാണ് ഞങ്ങൾ എത്തിയിരിക്കുന്ന സ്ഥലം. ബാംഗ്ലൂരാണ് കേട്ടോ. ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി, അതായത് ലാബ് ടെക്നീഷ്യൻ്റെ ഡിഗ്രി എടുക്കുക, അതെനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ. അതിനായിട്ട് BSc MLT പഠിക്കാനായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് പഠിക്കുമല്ല, ഓൺലൈനായിട്ടാണ് പഠിക്കുന്നത്. നമ്മൾ എക്സാം എഴുതാൻ വേണ്ടി മാത്രം വന്നാൽ മതി. അപ്പോൾ എന്തായാലും നമ്മൾ രാവിലെ തന്നെ കോളേജിലോട്ട് പോകാനായിട്ട് റെഡിയായി ഇറങ്ങി. അപ്പം നമ്മളിവിടെ വിളിക്കാനായിട്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കോളേജിൽ തന്നെ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, നമ്മളെ വിളിക്കാനും ഒക്കെ അവരുടെ ഹെൽപ്പ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കോളേജിൻ്റെ അടുത്തായിട്ടുള്ളൊരു ഹോട്ടലിലാണ് റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. ഹോട്ടലിൻ്റെ പേര് ലോലോ എന്നാണ്. അപ്പം നമുക്കിവിടെ ഹോട്ടൽ മാത്രമല്ല, കോളേജിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ ഇവിടെ ഗസ്റ്റായിട്ട് താമസിക്കാനും സൗകര്യമുണ്ട്. നമുക്കിനിയിപ്പോൾ എക്സാമിന് വരുമ്പോൾ മാത്രം അത് അങ്ങനെ മതിയല്ലോ. ഓൺലൈനായിട്ട് തന്നെ അവർ നമുക്ക് ക്ലാസ് തരും. എക്സാം എഴുതാൻ വേണ്ടി മാത്രം ഇവിടെ വന്നാൽ മതി. ഡിസ്റ്റൻ്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മളിവിടെ 2 പേരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇവരാണ് അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസാണ്. നമ്മളെ വിളിക്കാൻ വേണ്ടി വന്നതാണ്. രാവിലെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ അവരാണ് കൊണ്ടുപോയത്. മലയാളികളുടെ ഒരു ഹോട്ടലുണ്ടായിരുന്നു കേട്ടോ. നമുക്കിതൊന്നും അറിയില്ലല്ലോ. ഇന്നലെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് ഈ പയ്യൻ നമുക്ക് ഹെൽപ്പിനായിട്ടുണ്ടായിരുന്നു കേട്ടോ. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത്, കോളേജിൻ്റെ അടുത്തുള്ള ആ സ്ഥലത്ത് കൊണ്ടാക്കാനും ഒരു മണിക്കൂറോളം നമ്മൾ ഓട്ടോയിൽ യാത്രയുണ്ടായിരുന്നു. നമ്മൾ ട്രെയിനിൽ കയറുമ്പോൾ തന്നെ ഇവരെല്ലാവരും, കോളേജിലെ സ്റ്റാഫും ഈ പയ്യനും ഒക്കെ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അവർ തിരിച്ചു പോകുന്ന നമ്മൾ കേരളത്തിലെത്തുന്നിടം വരെ അവർ നമ്മളെ വാട്സപ്പിലാണെങ്കിലും തിരക്കുന്നുണ്ടായിരുന്നു എത്തിയോ എന്നുള്ളത്. അത് സത്യം പറഞ്ഞാൽ നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു കേട്ടോ. അപ്പം നമ്മളെന്തായാലും കോളേജിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ താമസിച്ച സ്ഥലത്തിന് തൊട്ടടുത്ത് തന്നെയാണ് കോളേജ്. അപ്പോൾ അതുകൊണ്ട് വലിയ ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കോളേജ് കാണിച്ചു തരാവേ. ഇവർ 2 പേരും കൊല്ലംകാരാണ് കേട്ടോ. കൊല്ലത്താണ് ഇവരുടെ 2 പേരുടെയും വീട്. അങ്ങനെ കോളേജ് എത്താൻ പോകുന്നു. ഇതാണ് ഞാൻ പഠിക്കുന്ന കോളേജ്, കർണാടക കോളേജ് കേട്ടോ. ഈ കർണാടക കോളേജിൻ്റെ അണ്ടറിൽ തന്നെ 5-6 കോളേജ് ഉണ്ട്. ഇത് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. കോളേജിൻ്റെ അകത്തോട്ട് കയറി നമുക്ക് ഓഫീസിൽ ചെന്നപ്പോൾ തന്നെ നമുക്ക് അവർ ക്യാമ്പസൊക്കെ കാണാനുള്ള സൗകര്യം തന്നു കേട്ടോ. ക്യാമ്പസൊക്കെ കണ്ടോ, നമ്മുടെ ക്ലാസ് റൂമൊക്കെ കണ്ടോ എന്ന് പറഞ്ഞ്. ഇവിടെ പിന്നെ കൂടുതലും ക്ലാസ് ഇല്ലായിരുന്നു. ഇപ്പോൾ ഗ്യാസിൻ്റെ ഇഷ്യൂ ആണല്ലോ, അതുകൊണ്ട് തന്നെ 17-ാം തീയതി മുതലേ ക്ലാസ് തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞു. കാരണം സ്റ്റുഡൻസൊക്കെ വളരെ കുറവായിരുന്നു. അങ്ങനെ നമ്മൾ ക്യാമ്പസൊക്കെ കണ്ടു. 12 മണിക്ക് റൂം വെക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ റൂമിൽ വന്ന് ബാഗൊക്കെ എടുത്തു. അപ്പം ഞങ്ങൾക്ക് രാത്രി 8:45 ട്രെയിൻ ഉള്ളത് കേരളത്തിലോട്ട്. അപ്പോൾ ഒരുപാട് സമയം ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ എവിടെയെങ്കിലും ഒന്ന് പോകാമെന്ന് വെച്ചപ്പം ഇതിൻ്റെ കുറച്ചടുത്തായിട്ട് ശിവാജി നഗറാണ് ഉള്ളതെന്നറിഞ്ഞു. അപ്പം എന്താണെങ്കിലും ഡ്രസ്സും സാധനങ്ങളും ഒക്കെ മേടിക്കാൻ ഞങ്ങൾക്ക് കൂടുതൽ താല്പര്യമായതുകൊണ്ട് നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ ബസ് കയറാൻ നിൽക്കുവാണ്. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെയല്ല, സ്ഥലം ചോദിച്ചല്ല, ഇവിടെ ഒരു നമ്പറാണ് 290E 610G അങ്ങനെയൊക്കെ. അങ്ങനെ 2-3 പ്രാവശ്യം ഞങ്ങൾക്ക് കുറച്ച് അമളിയൊക്കെ പറ്റിയെങ്കിലും ഞങ്ങൾ ഒരു വിധത്തിൽ ബസ് കയറി നമ്മൾ സ്ഥലത്തെത്തി കേട്ടോ. ശിവാജി നഗറിലെത്തി. അവിടെ നിന്ന് എന്തായാലും ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണ് നേരെ സാധനങ്ങൾ മേടിക്കുന്ന സ്ഥലത്തോട്ട് ചെന്നത്. അവിടെയാണെങ്കിലും ഇങ്ങനെ നീളത്തിൽ ഇഷ്ടം പോലെ സാധനങ്ങൾ ഇട്ടേക്കുക. തുണിയൊന്നും എനിക്ക് വലിയ വിലക്കുറവായിട്ട് തോന്നിയില്ല. പക്ഷേ എങ്കിലും ചെരുപ്പ്, ബാഗ്, പിന്നെ പിള്ളേരുടെ കുറച്ച് ഐറ്റംസ് അങ്ങനെയൊക്കെ ഒരുപാട് ലാഭമായിട്ട് തോന്നിയത് കൊണ്ട് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങൾ, ഡ്രസ്സൊന്നും ഞങ്ങളങ്ങനെ എടുത്തില്ല. കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ ഞങ്ങൾ യശ്വന്ത്പൂരിൽ നിന്നായിരുന്നു നമുക്ക് ട്രെയിൻ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ശിവാജി നഗറിൽ നിന്ന് ബാൻസവാടിയിലോട്ട് അടുത്ത് തന്നെയായിരുന്നു. പക്ഷേ അവിടെ 1 മിനിറ്റ് ട്രെയിൻ നിർത്തും എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ നേരെ യശ്വന്ത്പൂർ തന്നെ പോയി. അവിടെ 300 രൂപയ്ക്കുള്ള ഓട്ടോ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 4:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയായിരുന്നു. പിന്നെ ഇവിടുത്തെ സ്ഥലത്തെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. ചുറ്റും മരങ്ങളായിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ചൂടെന്ന് പറയുന്നൊരു സാധനം ഒട്ടും ഫീൽ ചെയ്യത്തില്ല. നമ്മുടെ നാട്ടിലൊന്ന് പുറത്തോട്ട് ഇറങ്ങാൻ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് നമ്മൾ ചൂടെടുക്കും. പക്ഷേ ഇവിടെ ആ ഒരു പ്രശ്നമില്ല കേട്ടോ. നമുക്ക് ചൂടൊന്നും അങ്ങനെ തോന്നത്തില്ല. ഫുള്ള് മരങ്ങളായിരുന്നുകൊണ്ട് തന്നെ. അതും നമ്മൾ ട്രെയിൻ വന്ന് ഇറങ്ങിയ സ്ഥലം മുതൽ ഈ കണ്ട സ്ഥലങ്ങളിൽ മൊത്തം ബാംഗ്ലൂരിൽ ഫുള്ള് മരങ്ങളാണ്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് ഓട്ടോയിൽ ഒരു 4:30 ആയപ്പോൾ എത്തി. എന്തായാലും നേരത്തെ തന്നെ ചെല്ലുന്നതല്ലേ ഏറ്റവും നല്ലതെന്ന് ഓർത്തിട്ട്
ഞങ്ങളൊരു 4:30 ആയപ്പോഴേ അവിടെ ചെന്നിരുന്നു. 8:45 കേട്ടോ നമ്മുടെ ട്രെയിൻ. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി. പിന്നെ നമ്മുടെ ട്രെയിൻ വരാനുള്ള വെയിറ്റിങ്ങിലായിരുന്നു. അങ്ങനെ നമ്മുടെ ട്രെയിൻ വന്നു. അങ്ങനെ നമുക്ക് കയറാനുള്ള ബോഗിയും തപ്പിയുള്ള ഈ യാത്രയിലാണ്. അങ്ങനെ നമ്മളിതാ കണ്ടുപിടിച്ചു നമ്മുടെ ബോഗി. അകത്തോട്ട് കയറി സീറ്റ് കണ്ടുപിടിച്ചു, ഇരുന്നു. ഇനി നേരം വെളുക്കണം നമ്മൾ കേരളത്തിലെത്താൻ, എറണാകുളത്തെത്താൻ. അങ്ങനെ ഇതാ നേരം വെളുത്തു. ഒരു 8 മണിയോടുകൂടി നമ്മൾ എറണാകുളത്തെത്തി. ഇനി വീട്ടിൽ ചെല്ലണം. ആലപ്പുഴയിലാണല്ലോ, അപ്പോൾ എറണാകുളത്തു നിന്ന് ഇനി വീട്ടിൽ ചെന്ന് ഒന്ന് ഫ്രഷ് ആവണം, കിടന്നുറങ്ങണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ. ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ടാറ്റാ.